ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ തന്നെ ഇൻലാൻഡ് ബ്രാഞ്ചസിലെ ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ് ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ട ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നോക്കാം, നമ്മൾ ബ്രാഞ്ച് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹെഡ് ഓഫീസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ് ആണ്. അപ്പോൾ മെയിനായിട്ട് ബ്രാഞ്ചസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഇൻലാൻഡ് ബ്രാഞ്ചസും ഫോറിൻ ബ്രാഞ്ചസും. ഫോറിൻ ബ്രാഞ്ചസും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഫോറിൻ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസ് ഇന്ത്യയിലും ബ്രാഞ്ചസ് ഇന്ത്യക്ക് പുറത്തുമാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോറിൻ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. അതായത് ഹെഡ് ഓഫീസ് ഒരു രാജ്യത്തും ബ്രാഞ്ചസ് ആ രാജ്യത്തിന് പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്തുമാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോറിൻ ബ്രാഞ്ചസ് എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ആണെങ്കിൽ ഇന്ത്യയിലായിരിക്കും അതിന്റെ ഹെഡ് ഓഫീസ്, ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും രാജ്യങ്ങളിലായിരിക്കും അതിന്റെ ബ്രാഞ്ചസ് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് ഫോറിൻ ബ്രാഞ്ചസ് എന്ന് പറയാം. ഇനി ഇൻലാൻഡ് ബ്രാഞ്ചസ്. ഇൻലാൻഡ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ഹെഡ് ഓഫീസും ബ്രാഞ്ചസും ഒരേ രാജ്യത്ത് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻലാൻഡ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഹെഡ് ഓഫീസും ബ്രാഞ്ചും ഒരേ രാജ്യത്തിനകത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ തന്നെ വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻലാൻഡ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ വരുന്നത്, ഹെഡ് ഓഫീസും ബ്രാഞ്ചും ഒരു രാജ്യത്തിനകത്ത് തന്നെ വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻലാൻഡ് ബ്രാഞ്ചസ് എന്ന് പറയാം. ഇൻലാൻഡ് ബ്രാഞ്ചസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഡിപ്പെൻഡന്റ് ബ്രാഞ്ചും രണ്ടാമത്തത് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചും. ഒന്ന് ഡിപ്പെൻഡന്റ് ബ്രാഞ്ചാൽ രണ്ടാമത്തത് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചും. നമുക്ക് ഡിപ്പെൻഡന്റ് ബ്രാഞ്ചും ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. ഒന്നാമത്തെയാണ് ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസ്. ആ പേരിൽ തന്നെയുണ്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒന്നിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസ്. അപ്പോൾ ആരെ ആശ്രയിച്ചായിരിക്കും ഇവിടെ ഉണ്ടാവുക? ബ്രാഞ്ച് ഹെഡ് ഓഫീസിനെ ആശ്രയിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസ് എന്ന് പറയാം. നോക്കാം. The branch which does not maintain a complete record of its transaction is known as dependent branches. ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഓക്കെ, the branch which does not maintain a complete record of its transaction is known as dependent branch. ഒരു ബ്രാഞ്ച് അവരുടെ കംപ്ലീറ്റ് റെക്കോർഡ്, ഒരു ട്രാൻസാക്ഷൻ്റെ അല്ലെങ്കിൽ അവരുടെ ട്രാൻസാക്ഷൻസിന്റെ ഒരു കംപ്ലീറ്റ് റെക്കോർഡും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഡിപ്പെൻഡന്റ് ബ്രാഞ്ച്. അതായത് ഒരു ബ്രാഞ്ച് അവര് നടത്തുന്ന ട്രാൻസാക്ഷന്റെ കംപ്ലീറ്റ് റെക്കോർഡ്സും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ അതിനെ പറയുന്നതാണ് ഡിപ്പെൻഡന്റ് ബ്രാഞ്ച്. നോക്കാം. ഇറ്റ് സെൽസ് ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ദി ഹെഡ് ഓഫീസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഡിപ്പെൻഡന്റ് ബ്രാഞ്ച് ചെയ്യുന്നത്, അവര് സെല് ചെയ്യുന്നത് എങ്ങനെയുള്ള ഗുഡ്സ് മാത്രമാണ്? ഹെഡ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഗുഡ്സ് മാത്രമേ ഇവരെന്ത് ചെയ്യുന്നുള്ളൂ? വിൽക്കുന്നുള്ളൂ. ഇറ്റ് ഹാസ് നോ പവർ ടു പർച്ചേസ് ഗുഡ്സ് ഫ്രം അതേഴ്സ്. അതായത് ഔട്ട്സൈഡേഴ്സിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള പവർ ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസിന് ഇല്ല. അപ്പോൾ ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസ് സെല്ല് ചെയ്യുന്നത് അവരുടെ ഹെഡ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്ത ഗുഡ്സ് മാത്രമാണ്. ഇവര് പുറത്തുനിന്ന് ഔട്ട്സൈഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ ഇവരാകെ ചെയ്യുന്ന എന്താണ്? ഹെഡ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഗുഡ്സ് വിൽക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, നോക്കാം. ഇറ്റ് മേ സെൽ ഗുഡ്സ് ഫോർ ക്യാഷ് ആസ് വെൽ ആസ് ഓൺ ക്രെഡിറ്റ്. ക്യാഷിലും ഇവർക്ക് സാധനങ്ങൾ വിൽക്കാം, ക്രെഡിറ്റിലും ഇവർക്ക് എന്ത് ചെയ്യാം? സാധനങ്ങൾ വിൽക്കാൻ പറ്റും. ക്യാഷിൽ തന്നെ വിൽക്കണം എന്നില്ല, ക്രെഡിറ്റിലും എന്ത് ചെയ്യാം? സാധനങ്ങൾ വിൽക്കാം. ഇനി വരുന്നത് ഇറ്റ് വർക്ക്സ് സ്ട്രിക്ട്ലി അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസ് പറയുന്ന ഇൻസ്ട്രക്ഷൻസിന് അനുസരിച്ച് മാത്രമേ ആർക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റൂ? ഡിപ്പെൻഡന്റ് ബ്രാഞ്ചിന് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഹെഡ് ഓഫീസ് എന്താണോ പറയുന്നത്, ഹെഡ് ഓഫീസിന്റെ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി പാലിച്ചുകൊണ്ട് മാത്രമേ ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസിന് എന്ത് ചെയ്യാൻ പറ്റൂ? ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഡിപ്പെൻഡന്റ് ബ്രാഞ്ച് ഒരു കംപ്ലീറ്റ് റെക്കോർഡ്സ് ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇവരെന്ത് ചെയ്യുന്നു? ഇവർ സാധനങ്ങൾ വിൽക്കുന്നത് ഇവരുടെ ഹെഡ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്ത ഗുഡ്സ് മാത്രമാണ്. ഇവർക്ക് സ്വന്തമായി
സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഔട്ട്സൈഡേഴ്സിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇവർക്ക് ക്യാഷിലും ക്രെഡിറ്റിലും സാധനങ്ങൾ വിൽക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, ഹെഡ് ഓഫീസിന്റെ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസിന് എന്ത് ചെയ്യാൻ പറ്റൂ, ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നോക്കാം, ഇറ്റ് ഡസ് നോട്ട് മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ പറഞ്ഞു ഇവരൊരു കംപ്ലീറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ കംപ്ലീറ്റ് റെക്കോർഡ്സ് ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ദിസ് മീൻസ് ദാറ്റ് ദ ഹെഡ് ഓഫീസ് ഫുള്ളി മെയിൻറ്റെയിൻസ് ദി അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്. അതായത് ബ്രാഞ്ച്, ഇവിടെ ഡിപ്പെൻഡന്റ് ബ്രാഞ്ച് ഒരിക്കലും അവരുടെ കംപ്ലീറ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. പകരം ഇവിടെ ആരാണ് കംപ്ലീറ്റ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഹെഡ് ഓഫീസ് ആണ്. ഹെഡ് ഓഫീസ് ആണ് എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസിന്റെ കേസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് പഠിച്ചു നോക്കുക, കാരണം ഡിപ്പെൻഡന്റ് ബ്രാഞ്ചും ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചും ഉണ്ട്. അപ്പൊ നമുക്ക് മാറിപ്പോകരുത്. ഇവിടെ എന്താണ്, ബ്രാഞ്ച് ഫുള്ളി ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ബ്രാഞ്ച് ഒരിക്കലും കംപ്ലീറ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഹെഡ് ഓഫീസ് ആണ് എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി നോക്കാം, all the transactions which takes place between head office and branch are recorded in the books of head office. ഹെഡ് ഓഫീസും ബ്രാഞ്ചുമായിട്ട് നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത് ആരുടെ ബുക്കിലാണ്? ഹെഡ് ഓഫീസിന്റെ ബുക്കിലാണ് ഹെഡ് ഓഫീസ് റെക്കോർഡ് ചെയ്യുന്നത്. ഹെഡ് ഓഫീസും ബ്രാഞ്ചസും തമ്മിൽ നടക്കുന്ന, അതായത് സാധനങ്ങൾ, ഹെഡ് ഓഫീസ് സാധനങ്ങൾ ബ്രാഞ്ചിന് കൊടുക്കുന്നു, ബ്രാഞ്ച് അത് സെല് ചെയ്തിട്ട് ആ പൈസ ആർക്ക് കൊടുക്കുന്നു? ഹെഡ് ഓഫീസിലേക്ക് റെമിറ്റ് ചെയ്യുന്നു. ഈ പറയുന്ന എല്ലാ ട്രാൻസാക്ഷൻസും, ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത് ആരുടെ ബുക്കിലാണ്? ഹെഡ് ഓഫീസിന്റെ ബുക്കിലാണ്. നോക്കാം, ദ ബ്രാഞ്ച് മെയിൻറ്റെയിൻസ് ഓൺലി ക്യാഷ് ബുക്ക് ആൻഡ് റെക്കോർഡ് ഓഫ് ഇറ്റ്സ് ഡെപ്റ്റേഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ ബ്രാഞ്ച് മെയിൻറ്റെയിൻസ് ഓൺലി ക്യാഷ് ബുക്ക് ആൻഡ് റെക്കോർഡ് ഓഫ് ഇറ്റ്സ് ഡെപ്റ്റേഴ്സ്. ബ്രാഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന രണ്ട് അക്കൗണ്ട്സ് ആണ്, ഒന്ന് ക്യാഷ് ബുക്കും ഒന്ന് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും. അപ്പൊ ക്യാഷ് അക്കൗണ്ടും ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും മാത്രമാണ് ആര് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ബ്രാഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബ്രാഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്യാഷ് ബുക്കും ഡെപ്റ്റേഴ്സിന്റെ എന്താണ്, റെക്കോർഡ്സും മാത്രമാണ്. Then the branch will remit the cash received to the head office immediately or deposit in the head office account. അതായത് ബ്രാഞ്ച്, നമ്മൾ പറഞ്ഞു ഹെഡ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഗുഡ്സ് മാത്രമേ ബ്രാഞ്ച് വിൽക്കുന്നുള്ളൂ. ആ വിറ്റ് കിട്ടുന്ന ക്യാഷ് അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ്ലി തന്നെ ആർക്ക് റെമിറ്റ് ചെയ്യും? ഹെഡ് ഓഫീസിലോട്ട് റെമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ഡിപ്പോസിറ്റ് ചെയ്യും. അതായത് ഇവര് ഈ ബ്രാഞ്ച് ഈ ഗുഡ്സ് വിറ്റ് കിട്ടുന്ന ആ ക്യാഷ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ്ലി തന്നെ ആർക്ക്, പെട്ടെന്ന് തന്നെ ആർക്ക് അയച്ചു കൊടുക്കും? ഹെഡ് ഓഫീസിന് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ഡിപ്പോസിറ്റ് ചെയ്യും. All the expense of the branch are paid by the head office. അതായത് ബ്രാഞ്ചിന്റെ എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യുന്നത് ആരാണ്? ഹെഡ് ഓഫീസ് ആണ്. ബ്രാഞ്ചിന്റെ എല്ലാ എക്സ്പെൻസും കൊടുക്കുന്നത് ആരാണ്? ഹെഡ് ഓഫീസ് ആണ്. എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യുന്നത് ആരാണ്? ഹെഡ് ഓഫീസ് ആണ്. For petty expense, a fixed amount is made available to the branch manager. അതായത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു എക്സ്പെൻസ്, പെറ്റി എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഈ ബ്രാഞ്ച് മാനേജറുടെ കയ്യിൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആര് കൊടുക്കും? ഹെഡ് ഓഫീസ് കൊടുക്കും. അതിൽ നിന്നായിരിക്കും ഈ ബ്രാഞ്ച് മാനേജർ എന്ത് ചെയ്യേണ്ടത്? ഈ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബ്രാഞ്ചിൽ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ എക്സ്പെൻസ്, പെറ്റി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാഞ്ച് മാനേജറുടെ കയ്യിൽ ഹെഡ് ഓഫീസ് ഒരു ഫിക്സ്ഡ് എമൗണ്ട് കൊടുക്കും. അതിൽ നിന്നായിരിക്കണം ഇയാൾ ഇത് മീറ്റ് ചെയ്യേണ്ടത്. ഇനി amount of expense incurred by the branch manager is reimbursed from time to time. ഈ പറയുന്ന പോലെ ചിലപ്പോൾ ഈ നമ്മൾ പെറ്റി എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 10,000 രൂപ കൊടുത്തു എന്ന് വിചാരിക്കുക ബ്രാഞ്ച് മാനേജർക്ക്. ബ്രാഞ്ച് മാനേജർ ഈ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യുമ്പോൾ 10,000 രൂപ കഴിഞ്ഞു, പിന്നെ വീണ്ടും ഒരു 3,000 രൂപ ഇൻകർ ചെയ്തു എന്ന് കേൾക്കാം. അങ്ങനെ ബ്രാഞ്ച് മാനേജർക്ക് ഉണ്ടാവുന്ന ഈ എക്സ്പെൻസ് അപ്പൊ തന്നെ എന്ത് ചെയ്യും? ഹെഡ് ഓഫീസ് അത് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും. അതായത് ബ്രാഞ്ച് മാനേജർക്ക് എന്ത് ചെയ്യാം? ഹെഡ് ഓഫീസിന്റെ കയ്യിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്യാൻ, തിരിച്ച് വാങ്ങാൻ വേണ്ടി പറ്റും. അതാണ് പറയുന്നത് എമൗണ്ട് ഓഫ് എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ദ ബ്രാഞ്ച് മാനേജർ ഈസ് റീഇംബേഴ്സ്ഡ് ഫ്രം ടൈം ടു ടൈം. അത് ഈ പറയുന്ന നമ്മൾ എമൗണ്ട് കൊടുക്കുന്നതല്ലാതെ ബ്രാഞ്ച് മാനേജർക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസസ് ഒക്കെ അപ്പൊ തന്നെ ആര് മീറ്റ് ചെയ്യും? ഹെഡ് ഓഫീസ് മീറ്റ് ചെയ്യും. ദെൻ ഡിപ്പെൻഡന്റ് ബ്രാഞ്ച് ഇമ്പോർട്ടന്റ് ആണ്. ഡിപ്പെൻഡന്റ് ബ്രാഞ്ച് വിച്ച് ഫുള്ളി ഡിപ്പെൻഡ്സ് ഓൺ ദി ഹെഡ് ഓഫീസ്. ഡിപ്പെൻഡന്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഫുൾ ആയിട്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യും? ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. ഇറ്റ് ഈസ് ടോട്ടലി കൺട്രോൾഡ് ബൈ ഹെഡ് ഓഫീസ്. ഈ ബ്രാഞ്ചിനെ മൊത്തമായിട്ട് ആര് കൺട്രോൾ ചെയ്യുന്നുണ്ട്? ഹെഡ് ഓഫീസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതിന് ഈ എന്താണ് ഡിപ്പെൻഡന്റ് ബ്രാഞ്ചിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് റീറ്റെയിൽ സെല്ലിംഗ് ഏജൻസീസ് ആണ്. അപ്പൊ ഇത്രയാണ് ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസിന്റെ മീനിങ്ങിൽ പറയുന്ന കാര്യം. അപ്പൊ ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഇവർ ഒരിക്കലും കംപ്ലീറ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല.
ഇവര് സെല് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹെഡ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്ത ഗുഡ്സ് മാത്രമേ ഇവർ വിൽക്കുന്നുള്ളൂ. ഇവർക്ക് സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള പവർ ഇല്ല. ഔട്ട്സൈഡേഴ്സിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള പവർ ഇല്ല. ഇവർ സാധനങ്ങൾ വിൽക്കുന്നത് ക്യാഷിലും വിൽക്കും, ക്രെഡിറ്റിലും വിൽക്കും. പിന്നെ പറഞ്ഞ എന്താണ്, ഇവര് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് ആരുടെ ഇൻസ്ട്രക്ഷൻസിന്റെ ബേസിൽ മാത്രമാണ്? ഹെഡ് ഓഫീസിന്റെ ഇൻസ്ട്രക്ഷൻസിന്റെ ബേസിൽ മാത്രമാണ്. പിന്നെന്താ പറഞ്ഞത്? ഇവരൊരിക്കലും കംപ്ലീറ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതിനർത്ഥം ആരാണ് കംപ്ലീറ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഹെഡ് ഓഫീസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ആരുടെ ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഹെഡ് ഓഫീസിന്റെ ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ ബ്രാഞ്ച് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്യാഷ് ബുക്കും ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും മാത്രമാണ്. ദെൻ ബ്രാഞ്ച് എന്ത് ചെയ്യും? ഈ സാധനങ്ങൾ ഗുഡ്സ് വിറ്റ് കിട്ടുന്ന ക്യാഷ് ഇമ്മീഡിയറ്റ്ലി തന്നെ ആർക്ക് റെമിറ്റ് ചെയ്യും? ഹെഡ് ഓഫീസിലോട്ട് റെമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ഡിപ്പോസിറ്റ് ചെയ്യും. അതേപോലെ ഈ ബ്രാഞ്ചിന് ഉണ്ടാവുന്ന എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യുന്നത് ആരാണ്? ഹെഡ് ഓഫീസ് ആണ്. അതുപോലെ പെറ്റി എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാഞ്ച് മാനേജറുടെ കയ്യിൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് കൊടുക്കും. ഇതല്ലാതെ വരുന്ന എക്സ്പെൻസും ബ്രാഞ്ച് മാനേജർക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസ് ഒക്കെ എന്ത് ചെയ്യാം? ബ്രാഞ്ച് മാനേജർക്ക് ഹെഡ് ഓഫീസിന്റെ കയ്യിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്ത് തിരിച്ച് വാങ്ങാൻ വേണ്ടി പറ്റും. ദെൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഡിപ്പെൻഡന്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഫുള്ളി ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. ഈ ബ്രാഞ്ചിനെ മൊത്തമായിട്ട് ടോട്ടലായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഹെഡ് ഓഫീസ് ആണ്. എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത് റീറ്റെയിൽ സെല്ലിംഗ് ഏജൻസീസ്. അപ്പോൾ ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസിന്റെ മീനിങ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കുള്ളത് ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. നമുക്ക് അത് നോക്കാം. ഇതാണ് നമ്മൾ മീനിങ്ങിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഫീച്ചേഴ്സിലും വരുന്നത്. നോക്കാം. ഒന്ന്, ബ്രാഞ്ചസ് മെയിൻലി സെൽ ഗുഡ്സ് സപ്ലൈഡ് ബൈ ദി ഹെഡ് ഓഫീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഹെഡ് ഓഫീസിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് മാത്രമേ ആർക്ക് വിൽക്കാനുള്ള അധികാരമുള്ളൂ? ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസിന് വിൽക്കാനുള്ള അധികാരമുള്ളൂ. ബ്രാഞ്ചസ് മെയിൻലി സെൽ ഗുഡ്സ് സപ്ലൈഡ് ബൈ ദി ഹെഡ് ഓഫീസ്. സ്വന്തമായിട്ട് ഇവർക്ക് ഔട്ട്സൈഡേഴ്സിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള പവർ ഇല്ല. അപ്പൊ ഹെഡ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഗുഡ്സ് മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? വിൽക്കാൻ പറ്റൂ. രണ്ടാമത്തെ, ഹെഡ് ഓഫീസ് മേ സെൻഡ് ഗുഡ്സ് ടു ദ ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ ഇൻവോയ്സ് പ്രൈസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ കൺസൈൻമെന്റിൽ പറഞ്ഞ പോലെ തന്നെ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് അയക്കുന്ന സമയത്ത് കോസ്റ്റ് പ്രൈസിൽ അയക്കാം, അതേപോലെ ഇൻവോയ്സ് പ്രൈസിലും അയക്കാം. ഇത് നമ്മൾ കൺസൈൻമെന്റിൽ നോക്കിയിട്ടുണ്ട്. കൺസൈനിക്ക് ഗുഡ്സ് അയക്കുന്ന സമയത്ത് കോസ്റ്റ് പ്രൈസിലും ഇൻവോയ്സ് പ്രൈസിലും അയക്കാം. കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ അവിടെ യഥാർത്ഥത്തിലുള്ള അതിന്റെ വിലയിലാണ് കോസ്റ്റ് പ്രൈസ്. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹെഡ് ഓഫീസ് ഈ കോസ്റ്റിന്റെ കൂടെ ഒരു പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്തിട്ടാണ് ഇൻവോയ്സ് പ്രൈസിൽ അയക്കുന്നത്. അപ്പൊ ഇവിടെ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് അയക്കുന്ന സമയത്ത് എന്താണ്? ഏത് കോസ്റ്റ് ഓർ ഇൻവോയ്സ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥത്തിലുള്ള കോസ്റ്റ് അയക്കാം, അല്ലെങ്കിൽ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ആ യഥാർത്ഥത്തിലുള്ള കോസ്റ്റിന്റെ കൂടെ ഒരു പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്തിട്ട് അയക്കുന്നതിനെയാണ് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഹെഡ് ഓഫീസിന് എങ്ങനെ വേണമെങ്കിലും കോസ്റ്റ് പ്രൈസിൽ അയക്കാം, ഇൻവോയ്സ് പ്രൈസിൽ അയക്കാം. രണ്ടിനും ട്രീറ്റ്മെന്റ് വ്യത്യാസമുണ്ട്. മൂന്നാമത്തത്, ബ്രാഞ്ചസ് സെൽസ് ഗുഡ്സ് ഫോർ ക്യാഷ്. സെൽസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഓൺലി ഇഫ് ദേ ആർ ഓതറൈസ്ഡ് ടു ഡു സോ. അതായത് ബ്രാഞ്ചസ് നമ്മൾ മീനിങ്ങിൽ പറഞ്ഞത് ക്യാഷിലും ക്രെഡിറ്റിലും സെല്ല് ചെയ്യാമെന്നാണ്. മെയിൻലി ഇവർ സെല്ല് ചെയ്യുന്നത് ക്യാഷിലായിരിക്കും. ഇനി ഹെഡ് ഓഫീസ് അപ്രൂവ് ചെയ്യുവാണെങ്കിൽ, ഹെഡ് ഓഫീസ് സമ്മതിക്കുവാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രെഡിറ്റിലും സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി പറ്റും. ദെൻ ക്യാഷ് കളക്റ്റഡ് ഈസ് എയ്തർ റെമിറ്റഡ് ഡെയിലി ടു ദ ഹെഡ് ഓഫീസ് ഓർ ഡിപ്പോസിറ്റഡ് ഇൻ ദ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഇൻ എ ലോക്കൽ ബാങ്ക്. ഇപ്പം നമ്മൾ പറഞ്ഞ തന്നെയാണ്, ഇവര് സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന ക്യാഷ് അപ്പൊ തന്നെ ആർക്ക് റെമിറ്റ് ചെയ്യണം? ഹെഡ് ഓഫീസിലേക്ക് റെമിറ്റ് ചെയ്യണം. അത് ഹെഡ് ഓഫീസിലോട്ട് റെമിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിൽ, ലോക്കൽ ബാങ്കിലുള്ള അക്കൗണ്ടിൽ ഇവരെന്ത് ചെയ്താൽ മതി? ഡിപ്പോസിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ ഓൾ മേജർ എക്സ്പെൻസ് ആർ allowed to be paid by the branch manager out of petty cash book balance. നമ്മൾ പറഞ്ഞു, ഈ ബ്രാഞ്ച് മാനേജറിന്റെ അടുത്ത് ഈ പെറ്റി എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫിക്സഡ് എമൗണ്ട് കൊടുക്കും. ആ ഫിക്സഡ് എമൗണ്ടിൽ നിന്നാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ബ്രാഞ്ച് എല്ലാ എക്സ്പെൻസും എന്ത് ചെയ്യുന്നത്? മീറ്റ് ചെയ്യുന്നത്. Then branches do not maintain their own books. They maintain some memorandum records such as cash book, stock register, sales book, debtors account, etc. നമ്മൾ മീനിങ് പറയുമ്പോൾ പറഞ്ഞതാണ്, ഇവർ കംപ്ലീറ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ആകെ ക്യാഷ് ബുക്കും ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് ചില മെത്തേഡ്സ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരാം. അപ്പോൾ ഇവർ ബ്രാഞ്ചസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചില മെമ്മോറാണ്ടം, നമുക്ക് നോക്കാം മെമ്മോറാണ്ടം എന്താണ്. മെമ്മോറാണ്ടം റെക്കോർഡ്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൽ ക്യാഷ് ബുക്ക്, സ്റ്റോക്ക് രജിസ്റ്റർ, സെയിൽസ് ബുക്ക്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് തുടങ്ങിയ അക്കൗണ്ട്സ് ആണ് അതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ലാതെ കംപ്ലീറ്റ് സിസ്റ്റം ഒരിക്കലും ഇവർ എന്ത് ചെയ്യുന്നില്ല? മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല.
അപ്പോൾ ഇത്രയാണ് ഫീച്ചേഴ്സ്. ഒന്നെന്താണ്, മെയിനായിട്ട് ഹെഡ് ഓഫീസ് സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് മാത്രമേ ആര് വിൽക്കുന്നുള്ളൂ, ബ്രാഞ്ച് വിൽക്കുന്നുള്ളൂ. ദെൻ ഹെഡ് ഓഫീസ് സാധനങ്ങൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് പ്രൈസിലോ ഇൻവോയ്സ് പ്രൈസിലോ സാധനങ്ങൾ സെൻഡ് ചെയ്യുന്നു. മൂന്നാമത്തത് എന്താണ്, ബ്രാഞ്ചസ് ക്യാഷിലാണ് കൂടുതലും സാധനങ്ങൾ വിൽക്കുന്നത്. ഇനി ഹെഡ് ഓഫീസ് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ക്രെഡിറ്റിലും സാധനങ്ങൾ വിൽക്കാം. ദെൻ ക്യാഷ് കളക്റ്റഡ്, അതായത് ഇവർ സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന ക്യാഷ് ഇമ്മീഡിയറ്റ്ലി തന്നെ ആർക്ക് റെമിറ്റ് ചെയ്യണം, ഹെഡ് ഓഫീസിന് റെമിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യണം. ദെൻ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നത് ബ്രാഞ്ച് മാനേജർ ആണ്. ബ്രാഞ്ച് മാനേജറുടെ കയ്യിൽ കൊടുക്കുന്ന പെറ്റി എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന എന്താണ് ഒരു ഫിക്സഡ് എമൗണ്ട്, അതിൽ നിന്നായിരിക്കണം എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യേണ്ടത്. ദെൻ ബ്രാഞ്ചസ് ഒരിക്കലും എല്ലാ അക്കൗണ്ട്സും അവരുടെ എല്ലാ അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചില മെമ്മോറണ്ടം അക്കൗണ്ട്സ് മാത്രമാണ്, അല്ലെങ്കിൽ റെക്കോർഡ്സ് മാത്രമാണ്. അതിൽ പറയുന്നത് ക്യാഷ് ബുക്ക്, സ്റ്റോക്ക് രജിസ്റ്റേഴ്സ്, സെയിൽസ് ബുക്ക്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് തുടങ്ങിയതാണ്. Then in short, the branch generally depends on head office for the goods and cash to operate. ചുരുക്കി പറഞ്ഞാൽ ബ്രാഞ്ച് ഫുള്ളായിട്ട് ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് ഗുഡ്സ് കിട്ടണമെങ്കിൽ ഹെഡ് ഓഫീസ് വേണം. അതേപോലെ ക്യാഷ്, ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ക്യാഷും ആര് തരണം, ഹെഡ് ഓഫീസ് തരണം. എങ്കിൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഫംഗ്ഷൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരു ബ്രാഞ്ച് ഫുള്ളായിട്ട് ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. അതായത് സാധനങ്ങൾ കിട്ടണമെങ്കിലും ഹെഡ് ഓഫീസ് വേണം, ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ക്യാഷ് കിട്ടണമെങ്കിലും ആര് വേണം, ഹെഡ് ഓഫീസ് വേണം. അപ്പോൾ ഫുള്ളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനെ എന്ത് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്, ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസിന്റെ മീനിങ്ങും ഫീച്ചേഴ്സും. ഇനി നമുക്ക് ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസിൽ തന്നെ നമുക്ക് അക്കൗണ്ട്സ് ഏതൊക്കെ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. മെയിനായിട്ട് 4 രീതിയിലാണ് ഇവിടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒന്ന് ഡെപ്റ്റർ സിസ്റ്റം, ദെൻ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം, ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം, ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം. ഇതിൽ 1ഉം 2ഉം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡെപ്റ്റർ സിസ്റ്റവും സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റവും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മെത്തേഡ്സിൽ ഒന്നാമത്തെ മെത്തേഡാണ് ഡെപ്റ്റർ സിസ്റ്റം എന്ന് പറയുന്നത്. നോക്കുക, അണ്ടർ ഡെപ്റ്റർ സിസ്റ്റം the relationship between branch and head office is similar to debtor and creditor. ഡെപ്റ്റർ സിസ്റ്റത്തിൽ ബ്രാഞ്ചും ഹെഡ് ഓഫീസും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആണ്. ശ്രദ്ധിക്കുക, ബ്രാഞ്ച് ട്രീറ്റ്സ് ഇറ്റ്സ് ഹെഡ് ഓഫീസ് ആസ് ഇറ്റ്സ് ക്രെഡിറ്റർ. ബ്രാഞ്ച് ഹെഡ് ഓഫീസിനെ ട്രീറ്റ് ചെയ്യുന്നത്, ബ്രാഞ്ച് എന്ത് ചെയ്യണം, ഹെഡ് ഓഫീസിന് പൈസ കൊടുക്കാനുണ്ട് എന്നുള്ള രീതിയിൽ ബ്രാഞ്ച് ഹെഡ് ഓഫീസിനെ ട്രീറ്റ് ചെയ്യുന്നത് ബ്രാഞ്ചിന്റെ ക്രെഡിറ്റർ ആയിട്ടാണ്. ബ്രാഞ്ച് ട്രീറ്റ്സ് ഇറ്റ്സ് ഹെഡ് ഓഫീസ് ആസ് ഇറ്റ്സ് ക്രെഡിറ്റർ. ബ്രാഞ്ച് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളതാണ്, അല്ലെ, ഹെഡ് ഓഫീസിന് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരു ലയബിലിറ്റി ആണ്, ബ്രാഞ്ചിന്റെ ലയബിലിറ്റി ആണ് ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാഞ്ച് ട്രീറ്റ്സ് ഇറ്റ്സ് ഹെഡ് ഓഫീസ് ആസ് ഇറ്റ്സ് ക്രെഡിറ്റർ. ബ്രാഞ്ചിന്റെ ക്രെഡിറ്റർ ആണ് ഹെഡ് ഓഫീസ്. ആൻഡ് ഹെഡ് ഓഫീസ് ട്രീറ്റ്സ് ഇറ്റ്സ് ബ്രാഞ്ച് ആസ് ഇറ്റ്സ് ഡെപ്റ്റർ. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിനെ ട്രീറ്റ് ചെയ്യുന്നത് ബ്രാഞ്ചിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടാനുള്ളതാണ്, ബ്രാഞ്ചിന്റെ കയ്യിൽ നിന്ന് ഹെഡ് ഓഫീസിന് പൈസ റിസീവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഹെഡ് ഓഫീസിന്റെ ഡെപ്റ്റർ ആണ് ബ്രാഞ്ച്, അല്ലെങ്കിൽ ഹെഡ് ഓഫീസിന് കിട്ടാനുള്ള ഒരു അസറ്റ് ആണ് ഈ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഹെഡ് ഓഫീസിനെ സംബന്ധിച്ച് ഒരു അസറ്റ് ആണ്, ബ്രാഞ്ചിനെ സംബന്ധിച്ച് ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റി ആണ്. അപ്പോൾ ബ്രാഞ്ച് ഹെഡ് ഓഫീസിനെ ട്രീറ്റ് ചെയ്യുന്നത് ബ്രാഞ്ചിന്റെ ക്രെഡിറ്റർ ആയിട്ടും ഹെഡ് ഓഫീസ് ബ്രാഞ്ചിനെ ട്രീറ്റ് ചെയ്യുന്നത് ഹെഡ് ഓഫീസിന്റെ ഡെപ്റ്റർ ആയിട്ടുമാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, നമ്മൾ ഒരു ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിലുള്ള റിലേഷൻ ആണ് ഡെപ്റ്റർ സിസ്റ്റത്തിൽ വരുന്നതെന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാരണത്താൽ തന്നെയാണ് എന്ത് പറയുക, ഈ മെത്തേഡ് നമ്മൾ ഡെപ്റ്റേഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മുടെ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിനെ ഡെപ്റ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഡെപ്റ്റർ സിസ്റ്റം എന്നുള്ള ഒരു പേരിൽ ഇതിനെ വിളിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, അണ്ടർ ദിസ് മെത്തേഡ് ദ ഹെഡ് ഓഫീസ് പ്രിപ്പയർസ് ഓൺലി 1 അക്കൗണ്ട് ഫോർ ഈച്ച് ബ്രാഞ്ച്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സിസ്റ്റം പ്രകാരം ഹെഡ് ഓഫീസ് ഒരു ബ്രാഞ്ചിന് ഒരു അക്കൗണ്ട് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഹെഡ് ഓഫീസ് പ്രിപ്പയർസ് ഓൺലി 1 അക്കൗണ്ട് ഫോർ ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിനും ഒരു അക്കൗണ്ട് വീതമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു ബ്രാഞ്ചിന് ഒരു അക്കൗണ്ട്. ഇപ്പൊ 2 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ 2 അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ദ ഹെഡ് ഓഫീസ് പ്രിപ്പയർസ് ഓൺലി 1 അക്കൗണ്ട് ഫോർ ഈച്ച് ബ്രാഞ്ച്. ഡിപെൻഡന്റ് ബ്രാഞ്ചിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഹെഡ് ഓഫീസ് ആണ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബ്രാഞ്ച് അല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ ഹെഡ് ഓഫീസ് അതായത് ഡെപ്റ്റർ സിസ്റ്റത്തിൽ ഹെഡ് ഓഫീസ് ഒരു അക്കൗണ്ടേ പ്രിപ്പയർ ചെയ്യുന്നു, ഒരു ബ്രാഞ്ചിന് ഒരു അക്കൗണ്ടേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. ദിസ് 1 അക്കൗണ്ട് ഈസ് കോൾഡ് ബ്രാഞ്ച് അക്കൗണ്ട്. ഈ അക്കൗണ്ടിന് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഇപ്പൊ ഹെഡ് ഓഫീസിന് 2 ബ്രാഞ്ചസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലും ഒന്ന്
കൊല്ലം ഡിസ്ട്രിക്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹെഡ് ഓഫീസ് ഒരു ബ്രാഞ്ചിന് ഒരു അക്കൗണ്ട്. അപ്പോൾ ഒന്ന് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ആയിരിക്കും, ഒന്ന് കൊല്ലം ബ്രാഞ്ച് അക്കൗണ്ട് ആയിരിക്കും. അങ്ങനെ നമ്മൾ ആ അക്കൗണ്ടിന് പറയുന്നത് ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് തന്നെയാണ്. ഇവിടെ ഹെഡ് ഓഫീസ് ഒരു ബ്രാഞ്ചിന് ഒരു അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ അക്കൗണ്ടിന് നമ്മൾ പറയുന്നത് ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് തന്നെയാണ്. ഇറ്റ്സ് പർപ്പസ് ഇസ് ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിനും ഉണ്ടാകുന്ന പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കാനാണ് ഈ ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കുന്നത്. ഇപ്പൊ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ പറഞ്ഞു, കണ്ണൂർ ബ്രാഞ്ചിൽ എത്രയാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ കണ്ണൂർ ബ്രാഞ്ചിൽ എത്രയാണ് ലോസ് ഉണ്ടായത്, അത് കണ്ടുപിടിക്കാനാണ് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കുന്നത്. കൊല്ലം ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കുന്നത് കൊല്ലത്ത് എത്രയാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടായതെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇവിടെ ഹെഡ് ഓഫീസ് ഓരോ ബ്രാഞ്ചിനും ഒരു അക്കൗണ്ട് വീതമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ അക്കൗണ്ടിനെ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയും. ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഓരോ ബ്രാഞ്ചിനും എത്ര പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടായി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബ്രാഞ്ച് അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ദ ഹെഡ് ഓഫീസ് റെക്കോർഡ്സ് ഓൺലി ദ ട്രാൻസാക്ഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ഇറ്റ്സെൽഫ് ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ്. നമ്മൾ പറഞ്ഞു ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനാണ് ഈ ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ വരയ്ക്കുന്നത്. ഹെഡ് ഓഫീസും അതേപോലെ ബ്രാഞ്ചും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നോക്കാം, ദ ബ്രാഞ്ച് അക്കൗണ്ട് ഷോസ് ദ ബാലൻസ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദി ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ അസറ്റ്സും ലയബിലിറ്റീസും നമ്മൾ ഈ ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കും. These assets and liabilities of the branch represent the investment made by the head office in a particular branch. അതായത് ഇവിടെ നമ്മൾ അസറ്റും ലയബിലിറ്റി എന്ന് പറയുന്നത് ബ്രാഞ്ചിന്റെ അസറ്റ് ആൻഡ് എന്താണ് ലയബിലിറ്റി ആണ്, അല്ലെങ്കിൽ ബ്രാഞ്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രാഞ്ച് അക്കൗണ്ടിൽ നമ്മൾ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ അസറ്റ് വരണമെങ്കിൽ അത് ആര്, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ക്യാപിറ്റൽ, ലയബിലിറ്റിയിൽ ക്യാപിറ്റൽ വരണമെങ്കിൽ അത് ആര് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും? ഹെഡ് ഓഫീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഹെഡ് ഓഫീസ് ആണ് ബ്രാഞ്ച് തുടങ്ങുന്നത്. ഹെഡ് ഓഫീസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ് ബ്രാഞ്ചിന്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൽ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ബ്രാഞ്ച് റെപ്രസെന്റ് ദ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ദി ഹെഡ് ഓഫീസ് ഇൻ എ പെർട്ടിക്കുലർ ബ്രാഞ്ച്. ഒരു ബ്രാഞ്ചിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ ആ ബ്രാഞ്ച് തുടങ്ങാൻ വേണ്ടി കൊണ്ടുവന്ന എമൗണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ വാങ്ങിയ അസറ്റ് ഏതൊക്കെയാണ്, അതൊക്കെയാണ് ഈ ബ്രാഞ്ചിന്റെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസിൽ നമ്മൾ കാണുന്നത്. Thus, branch account is a combination of trading and profit and loss account and the balance sheet of the branch. Important ആണ്. ബ്രാഞ്ച് അക്കൗണ്ട് is a combination of trading and profit and loss account and balance sheet of the branch. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റും ആണ്. ബാലൻസ് ഷീറ്റും അതിലെന്ത് ചെയ്യുന്നുണ്ട്, അതിൽ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും ബ്രാഞ്ച് അക്കൗണ്ടിൽ വരുന്നത്. നമ്മൾ നോമിനൽ അക്കൗണ്ട് പറഞ്ഞു, നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോഴാണ് എക്സ്പെൻസ് ഒക്കെ ഡെബിറ്റ് ചെയ്യും, ഇൻകം സെക്കൻഡ് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതേപോലെ ബാലൻസ് ഷീറ്റിനും ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും ബ്രാഞ്ച് അക്കൗണ്ടിനകത്ത് വരുന്നത്. ദെൻ ഡെപ്റ്റർ സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് വൺ അക്കൗണ്ട് സിസ്റ്റം. കാരണം എന്തുകൊണ്ടാണ് വൺ അക്കൗണ്ട് സിസ്റ്റം എന്നറിയപ്പെടുന്നത്? ഒരേ ഒരു അക്കൗണ്ട് മാത്രമേ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അത് ഏത് അക്കൗണ്ട് ആണ്? ബ്രാഞ്ച് അക്കൗണ്ട് ആണ്. ഒരൊറ്റ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ വൺ അക്കൗണ്ട് സിസ്റ്റം എന്നും കൂടി പറയുന്നുണ്ട്. ഏതിനെയാണ് വൺ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്? ഡെപ്റ്റർ സിസ്റ്റത്തിനെയാണ് വൺ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഡെപ്റ്റർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഹെഡ് ഓഫീസ് ആണ് ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു ബ്രാഞ്ചിന് ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ആ അക്കൗണ്ടിന് നമ്മൾ പറയുന്ന പേര് ബ്രാഞ്ച് അക്കൗണ്ട്. ഒറ്റ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ വൺ അക്കൗണ്ട് സിസ്റ്റം എന്നും കൂടി പറയുന്നുണ്ട്. ഇത് കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത് ചെറിയ ചെറിയ ബ്രാഞ്ചസ് മാത്രം ആണ്. ഓക്കെ, അപ്പൊ എന്താ ഡെപ്റ്റർ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞത്? ഡെപ്റ്റർ സിസ്റ്റത്തിലെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞത് ഒരു ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആണ്. ബ്രാഞ്ച് അതിന്റെ ഹെഡ് ഓഫീസിനെ ട്രീറ്റ് ചെയ്യുന്നത് അതിന്റെ ക്രെഡിറ്റർ ആയിട്ടും ഹെഡ് ഓഫീസ് ബ്രാഞ്ചിനെ ട്രീറ്റ് ചെയ്യുന്നത് ഹെഡ് ഓഫീസിന്റെ ഡെപ്റ്റർ ആയിട്ടുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഡെപ്റ്റർ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ ഒരു മെത്തേഡിൽ ഹെഡ് ഓഫീസ് ഒരു അക്കൗണ്ട്, ഒരു ബ്രാഞ്ചിന് ഒരു അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. ആ അക്കൗണ്ടിനെ പറയുന്ന പേര് ബ്രാഞ്ച് അക്കൗണ്ട് എന്നുള്ളതാണ്. ഈ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ബ്രാഞ്ചിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ബ്രാഞ്ചും ഹെഡ് ഓഫീസും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത്. ബ്രാഞ്ച് അക്കൗണ്ടിൽ നമ്മൾ അതിന്റെ ബ്രാഞ്ചിന്റെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് കാണിക്കും. ഈ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ആര് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും? ഹെഡ് ഓഫീസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കും. പിന്നെ പറഞ്ഞത് ബ്രാഞ്ച് അക്കൗണ്ട് എന്താണ്, പ്രോഫിറ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെയും ബാലൻസ് ഷീറ്റിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. അതേപോലെ ഡെപ്റ്റർ സിസ്റ്റത്തിന് വൺ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. ആ അക്കൗണ്ട് ഏതാണ്? ബ്രാഞ്ച് അക്കൗണ്ട് ആണ്. പിന്നെ കൂടുതലും സ്മോൾ എന്താണ് ബ്രാഞ്ചസ് ആണ് കൂടുതലായിട്ടും ഏത് അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്? ഡെപ്റ്റർ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്കിതിൽ നമ്മൾ പ്രോബ്ലത്തിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ
നമുക്ക് ബാക്കി കൂടി നോക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ഗുഡ്സ് ടു ഡിപ്പെൻഡന്റ് ബ്രാഞ്ച്. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ പറഞ്ഞു ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് അയക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ അയക്കാം. ഒന്ന് കോസ്റ്റ് പ്രൈസിൽ അയക്കാം, ഒന്ന് ഇൻവോയ്സ് പ്രൈസിൽ അയക്കാം. അപ്പൊ കോസ്റ്റ് പ്രൈസിന്റെ ട്രീറ്റ്മെന്റും നമുക്ക് വരുന്നുണ്ട്, ഇൻവോയ്സ് പ്രൈസിന്റെ ട്രീറ്റ്മെന്റും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം കോസ്റ്റ് പ്രൈസ് ആണ് നോക്കുന്നത്. അപ്പൊ നോക്കാം, മെത്തേഡ്സ് ഓഫ് ചാർജിങ് ഗുഡ്സ് ടു ഡിപ്പെൻഡന്റ് ബ്രാഞ്ച്. ഹെഡ് ഓഫീസ് സെൻഡ് ഗുഡ്സ് ടു ബ്രാഞ്ച് എയ്തർ കോസ്റ്റ് പ്രൈസ് ഓർ ഇൻവോയ്സ് പ്രൈസ്. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് അയക്കുന്ന സമയത്ത് ചില സമയത്ത് കോസ്റ്റ് പ്രൈസിൽ അയക്കാം, ചിലപ്പോൾ ഇൻവോയ്സ് പ്രൈസിൽ അയക്കാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് ആഡ് ചെയ്യാതെ കോസ്റ്റ് മാത്രം എന്താണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള കോസ്റ്റിൽ അയക്കുന്നതാണ് കോസ്റ്റ് പ്രൈസ് മെത്തേഡ്. ഹിയർ കോസ്റ്റ് പ്രൈസ് മീൻസ് പർച്ചേസ് പ്രൈസ് പ്ലസ് എനി പർച്ചേസ് എക്സ്പെൻസ് ഇൻകേർഡ് ഓൺ ദി ഗുഡ്സ്. അതായത് ഹെഡ് ഓഫീസും ഈ ഗുഡ്സ് ചിലപ്പോൾ പർച്ചേസ് ചെയ്തതായിരിക്കാം, മാനുഫാക്ചർ ചെയ്യണം നിർബന്ധമില്ല. അപ്പൊ അവര് പർച്ചേസ് ചെയ്ത, അതായത് ഹെഡ് ഓഫീസ് പർച്ചേസ് ചെയ്ത യഥാർത്ഥ കോസ്റ്റിന്റെ മേലെ എന്തെങ്കിലും പർച്ചേസ് എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്തിട്ടാണ്, അല്ലാതെ പ്രോഫിറ്റ് ഒരിക്കലും അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല. അത് ശ്രദ്ധിക്കാം. ഇപ്പൊ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് പ്രൈസിന്റെ കൂടെ എന്തെങ്കിലും പർച്ചേസ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് കൂട്ടിയുള്ള എമൗണ്ട് ആണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. നോ പ്രോഫിറ്റ് ഇസ് ആഡഡ് ടു ദി പ്രൈസ്. പ്രൈസിന്റെ കൂടെ ഒരിക്കലും പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്ന് പറയും. ഇൻവോയ്സ് ആകുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോ ഇവിടെ ഈ ഇൻവോയ്സും കോസ്റ്റ് പ്രൈസിനും വ്യത്യാസം വരുന്ന വെച്ചാല് ഇൻവോയ്സിൽ വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആഡ് ചെയ്യും. അപ്പൊ അതിന്റെ കൂടെ ഒക്കെ എന്താണ് ലോഡ് ഉണ്ടാവും. നമ്മുടെ കൺസ്യൂമെന്റിൽ പറഞ്ഞ പോലെ തന്നെ ലോഡ് ഉണ്ടാവും. ആ ലോഡ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ കോസ്റ്റ് പ്രൈസിന്റെ നോക്കാം. കോസ്റ്റ് പ്രൈസിന്റെ ജേർണൽ എൻട്രീസ് ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ വരുന്ന ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസിന്റെ കേസിൽ ഡെപ്റ്റർ സിസ്റ്റത്തില് കോസ്റ്റ് പ്രൈസിൽ വരുന്ന ജേർണൽ എൻട്രി ആണ്. ജേർണൽ എൻട്രീസ് ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് ആണ്. ഒരു 10 ജേർണൽ എൻട്രി ഉണ്ട്. നോക്കാം. ഫസ്റ്റ് ടു റെക്കോർഡ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്. അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യുന്ന ജേർണൽ എൻട്രി ആണ്. ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് എല്ലാ അസറ്റും വരിക, അത് ഓർക്കുക. അപ്പൊ എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ടു ബ്രാഞ്ച് അതർ അസറ്റ്. അതായത് അസറ്റ് ഏതൊക്കെ അസറ്റ് ഉണ്ടോ അതിന്റെ ഒക്കെ ഓപ്പണിംഗ് ബാലൻസ് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോ എൻട്രി എന്താണ്, ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ടു ബ്രാഞ്ച് അതർ അസറ്റ് അക്കൗണ്ട്. അപ്പോ ലയബിലിറ്റീസിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഏത് സൈഡിലായിരിക്കും കാണിക്കേണ്ടത്? അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിച്ചു, ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. ഇവിടെ ശ്രദ്ധിക്കുക, ഒരേ ഒരു അക്കൗണ്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചു. അപ്പൊ ലയബിലിറ്റീസിന്റെ ഓപ്പണിംഗ് ബാലൻസ് എവിടെയായിരിക്കും നമ്മൾ കാണിക്കുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പൊ എൻട്രി എന്ത് വരും? ബ്രാഞ്ച് ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അതായത് ലയബിലിറ്റീസിന്റെ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുന്ന എൻട്രി ആണ് ബ്രാഞ്ച് ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. മൂന്നാമത്തെ നോക്കി, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അതായത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് അയക്കുമ്പോൾ ഉള്ള ജേർണൽ എൻട്രി ആണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരും ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, പോസ്റ്റിംഗ് ഓൾറെഡി നമ്മൾ പഠിച്ചില്ലേ? Then goods returned by the branch to head office. ചില സമയത്ത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് അയച്ചു, ഈ ഗുഡ്സ് എല്ലാം വിറ്റ് പോകണമെന്നില്ല. ചിലപ്പോ ബ്രാഞ്ച് എന്ത് ചെയ്യും, ഇതിൽ ചില ഗുഡ്സ് തിരിച്ചയക്കും, ഹെഡ് ഓഫീസിന് തന്നെ തിരിച്ചയക്കും. അങ്ങനെയെങ്കിൽ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് അയക്കുമ്പോഴുള്ള എൻട്രീനെ നേരെ തിരിച്ചിട്ട് എൻട്രിയാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പൊ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഏത് സൈഡിൽ വരും? ക്രെഡിറ്റ് സൈഡിൽ. ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് വരിക. ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരും. അപ്പൊ എൻട്രി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് വരും. ദെൻ ഹെഡ് ഓഫീസ് മീറ്റ്സ് ബ്രാഞ്ച് എക്സ്പെൻസ്. ഹെഡ് ഓഫീസ് ബ്രാഞ്ച് എക്സ്പെൻസ് മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രാഞ്ചിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ക്യാഷ് അയക്കുന്നുണ്ടെങ്കിൽ എൻട്രി ക്യാഷ് പോവുകയാണ്. ഹെഡ് ഓഫീസിന്റെ ബുക്കാണ് ഇത്. ഇപ്പൊ ഹെഡ് ഓഫീസിന് ക്യാഷ് പോകുമ്പോൾ ക്യാഷിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ട് ഏത് സൈഡിൽ വരും? ഡെബിറ്റ് സൈഡിൽ വരും. ദെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് ക്യാഷ് സെയിൽസ് ഓഫ് ഡെപ്റ്റേഴ്സ്. അത് ക്രെഡിറ്റ് സെയിലാണ്, ക്യാഷ് സെയിലോ നടന്നിട്ട് ബ്രാഞ്ചിന് ക്യാഷ് കിട്ടുകയാണ്. ബ്രാഞ്ച് ഈ എമൗണ്ട് ഇമ്മീഡിയറ്റ്ലി ആർക്ക് റെമിറ്റ് ചെയ്യും? ഹെഡ് ഓഫീസിന് റെമിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഹെഡ് ഓഫീസിന് സംബന്ധിച്ച് ക്യാഷ് വരുന്നതാണ്. അപ്പൊ ക്യാഷിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ എൻട്രി എന്ത് വരും? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്.
മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇനിയും എൻട്രീസ് ഉണ്ട്. അപ്പൊ ഒന്നാമത്തേത് നമ്മുടെ അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് എല്ലാ അസറ്റും വരിക. ലയബിലിറ്റീസിന്റെ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് എല്ലാ അസറ്റും വരിക. ദെൻ ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരും. ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരും. എന്ത്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ. ദെൻ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ക്യാഷ് അയക്കുന്ന സമയത്ത് ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് പോകുന്നതാണ്. അതേപോലെ ബ്രാഞ്ച് ഹെഡ് ഓഫീസിലോട്ട് ക്യാഷ് റെമിറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നുള്ളതാണ് ജേർണൽ എൻട്രി വരിക. ബാക്കി ജേർണൽ എൻട്രീസ് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ബാക്കി എൻട്രീസ് നോക്കാം. നമ്മൾ ആദ്യം അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്തു. അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി പറഞ്ഞ എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച് അസറ്റ് എന്നാണ്. അപ്പൊ അസറ്റിന്റെ ക്ലോസിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. അപ്പൊ അസറ്റിന്റെ ക്ലോസിംഗ് ബാലൻസ് ഏത് സൈഡിൽ കാണിക്കേണ്ടി വരും? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടി വരും. അപ്പൊ എന്ത് വരും? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് അപ്പ്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അപ്പ്, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് അപ്പ്, ബ്രാഞ്ച് അതർ അസറ്റ് അക്കൗണ്ട് അപ്പ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പൊ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഏത് സൈഡിൽ വരും? ക്രെഡിറ്റ് സൈഡിലാണ് അസറ്റിന്റെ ക്ലോസിംഗ് ബാലൻസ് വരാം. അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് വന്നത്. അസറ്റിന്റെ ക്ലോസിംഗ് ബാലൻസ് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരും. അതേപോലെ ലയബിലിറ്റീസിന്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. അപ്പൊ ലയബിലിറ്റീസിന്റെ ക്ലോസിംഗ് ബാലൻസ് എവിടെ കാണിക്കണം? ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പൊ എൻട്രി എന്ത് വരും? ബ്രാഞ്ച് അക്കൗണ്ട് അപ്പ് ടു ബ്രാഞ്ച് ലയബിലിറ്റീസ്. നമ്മൾ ലയബിലിറ്റീസിന്റെ ഓപ്പണിംഗ് ബാലൻസ് എങ്ങനെ കാണിച്ചത്? ബ്രാഞ്ച് ലയബിലിറ്റീസ് അക്കൗണ്ട് അപ്പ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നുള്ളതാണ്. ബ്രാഞ്ച് ലയബിലിറ്റീസിന്റെ ക്ലോസിംഗ് ബാലൻസ് കാണിക്കുന്ന എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് അപ്പ് ടു ബ്രാഞ്ച് ലയബിലിറ്റീസ്. അത് നേരെ തിരിച്ചിട്ട് എൻട്രി ആണ്. ദെൻ നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ പ്രോഫിറ്റ് ആണെങ്കിൽ അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മുടെ എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് അപ്പ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് സൈഡ് ആണ്, നോമിനൽ അക്കൗണ്ട് ആണെന്ന് പറഞ്ഞു. ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. ഡെബിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് ലോസ് ആയിരിക്കും. അപ്പൊ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിലായിരിക്കും ബാലൻസ് ക്യാരി ഡൗൺ വരുന്നത്. അപ്പൊ അതിനെ നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാണ് കാണിക്കുക. എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് അപ്പ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ലോസ് ആണെങ്കിൽ നേരെ തിരിച്ചു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്പ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നുള്ളതാണ് ജേർണൽ എൻട്രി വരിക. ജേർണൽ എൻട്രി കൃത്യമായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് കൃത്യമായിട്ട് പഠിക്കാം പോസ്റ്റ് ചെയ്യാൻ. ഓക്കെ. ദെൻ ലാസ്റ്റ് എൻട്രി ട്രാൻസ്ഫർ ഓഫ് ബാലൻസ് ഇൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഇത് നമ്മൾ കൺസൈൻമെന്റിലും നോക്കിയതാണ്. കൺസൈൻമെന്റിൽ നമ്മൾ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റിന്റെ ലാസ്റ്റ് ബാലൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ടാണ്. അതേപോലെ തന്നെ ഇവിടെയും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ടാണ്. അതായത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിലെ ബാലൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് അക്കൗണ്ടിലാണ്? ട്രേഡിംഗ് അക്കൗണ്ടിലോട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഒന്ന് അസറ്റിന്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ കാണിക്കുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ്. ദെൻ ലയബിലിറ്റീസിന്റെ ക്ലോസിംഗ് ബാലൻസ് കാണിക്കുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്. അതായത് ആദ്യം പറഞ്ഞ ഓപ്പണിംഗിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ക്ലോസിംഗ് വരുന്നത്. പിന്നെ പ്രോഫിറ്റ് ആണെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് അപ്പ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും, ലോസ് ആണെങ്കിൽ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നുമാണ് വരിക. ദെൻ നമ്മുടെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് അപ്പ് ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ട് കൂടി നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. ഹെഡ് ഓഫീസിന്റെ ബുക്കിലാണ് നമ്മൾ ആ പറഞ്ഞ ജേർണൽ എൻട്രീസ് ഇതിലോട്ട് പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതാണ് ബാലൻസ് ബ്രോഡ് ആണ്. അതായത് അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, പെറ്റി ക്യാഷ്, പിന്നെ അതിൽ നമ്മൾ പറയാത്ത അതർ അസറ്റ് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് അസറ്റ് വരും. ഓക്കെ, പിന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് വരും. അപ്പൊ അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ ആദ്യം കാണിക്കുന്നത്. അതേപോലെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ബാലൻസ് ബ്രോഡ് ഓൺ എന്നുള്ളത് ലയബിലിറ്റീസിന്റെ ഓപ്പണിംഗ് ബാലൻസ്, അതിൽ വരുന്നത് ക്രെഡിറ്റേഴ്സും ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസും ആണ് നമ്മുടെ ലയബിലിറ്റീസിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണത്. പിന്നെ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്നത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലോട്ട് ഗുഡ്സ് അയക്കുമ്പോൾ ഉള്ളതാണ് ബ്രാഞ്ച് അക്കൗണ്ട് അപ്പ് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നുള്ളതാണ് ജേർണൽ എൻട്രി. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. പിന്നെ ഡെബിറ്റ് സൈഡിൽ വരുന്നത് ബാങ്ക് എന്ന് വെച്ചാൽ ക്യാഷ് ഓർ ബാങ്ക് എന്നുള്ളതാണ്. റെമിറ്റൻസ് ബൈ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് അയക്കുന്നതാണ്. അത് ഒന്ന് ക്യാഷ്, അതായത് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി അയക്കുന്നതാണ്. ക്യാഷ് ആയിട്ടും പെറ്റി ക്യാഷ് ആയിട്ടും അയക്കുന്നതാണ്. അത് ജസ്റ്റ് ക്ലാസിഫൈ ചെയ്ത് എഴുതിയേ ഉള്ളൂ. ഓക്കെ, ദെൻ ക്രെഡിറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ബാങ്ക് ഓർ ക്യാഷ് എന്നുള്ളത് വരും. അതായത് റെമിറ്റൻസ് ടു ഹെഡ് ഓഫീസ്, ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് റെമിറ്റ് ചെയ്യുന്നതാണ്. അപ്പോ
അതാണ് റെമിറ്റൻസ് ടു ഹെഡ് ഓഫീസ് എന്നുള്ളത് ബാങ്ക് ഓർ ക്യാഷ് എന്ന് വരും. ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് അയക്കുമ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി. ഇനി ബ്രാഞ്ച് ആ ഗുഡ്സ് ചിലപ്പോൾ ഹെഡ് ഓഫീസ് തന്നെ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് എവിടെ എഴുതണം? ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അതാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതായത് റിട്ടേൺ ബൈ ബ്രാഞ്ച്. ബ്രാഞ്ച് റിട്ടേൺ ചെയ്ത ഗുഡ്സ് ആണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ നമ്മുടെ അസറ്റിന്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എവിടെ എഴുതും? ക്രെഡിറ്റ് സൈഡിലാണ്. സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ഫിക്സ്ഡ് അസറ്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്. നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചതൊക്കെ ക്ലോസിംഗ് ബാലൻസ് കാണിക്കണം. അതേപോലെ ലയബിലിറ്റീസിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് ഇവിടെ നമ്മുടെ ഡെബിറ്റ് സൈഡിൽ കാണിച്ചത്, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ്. അത് നമ്മൾ ഓപ്പണിംഗ് കാണിച്ചതിന്റെ ഒക്കെ ക്ലോസിംഗ് കാണിക്കണം. ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ്, എക്സ്പെൻസ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് പ്രോഫിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് ആ ബാലൻസ് എമൗണ്ടിനെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. അതായത് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് പ്രോഫിറ്റ് ആണ്. ഇനി ഡെബിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് ലോസ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ആ ബാലൻസിങ് എമൗണ്ടിനെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കണം. ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് പ്രോഫിറ്റും, ഡെബിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് ലോസും. ഇതാണ് ഒരു ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കിയ ശേഷം നമുക്ക് പ്രോബ്ലത്തിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.